സ്മിത, ഇപ്പം എന്താണ് സംഭവിക്കുന്നത്? ഒരു പകരം അറേഞ്ച്മെന്റ് കിട്ടിയോ നിങ്ങൾക്ക്? ഇല്ല, പകരം അറേഞ്ച്മെന്റ് നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. അവർ റീഫണ്ട് തരുവാണ് ചെയ്തത്. പിന്നെ മൈസൂർ റോഡിലാണ് നമ്മുടെ ബസ് ഉള്ളത്. കാരണം നമുക്കിപ്പം ഈ സമയത്ത് ഒരു ട്രെയിനോ അല്ലെങ്കിൽ ഇപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അതർ സർവീസുകളോ നമുക്ക് കിട്ടുന്നില്ല. ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത്. ഇന്ന് രാവിലത്തേക്ക് അർജന്റായിട്ട് വൈകുന്നേരം എത്തേണ്ടതുണ്ട് 5 മണിക്ക്. അതുകൊണ്ടാണ് നമ്മൾ മാത്രമല്ല, കുറെ ലേഡീസും അതേപോലെ പ്രായമുള്ള സ്ത്രീയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് അതിനകത്ത്. അവര് നമ്മൾ കുറെ സമയം അവരോട് ചർച്ച ചെയ്തു, സംസാരിച്ചു. അപ്പോ അദ്ദേഹം വളരെ മോശമായിട്ടാണ് ഞങ്ങൾക്ക് പെരുമാറിയത്. അതിനുശേഷം അദ്ദേഹം നമ്മളോട് അനുവാദം പോലും ചോദിക്കാതെ റീഫണ്ട് ചെയ്യുക ചെയ്തത്. നമ്മൾ റീഫണ്ടിന് ചോദിച്ചിരുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് പകരം ഒരു അറേഞ്ച്മെന്റ് ചെയ്ത് ഞങ്ങളുടെ കണ്ണൂർ എത്തിക്കൂ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കണ്ണൂരേക്കാണ് പോകേണ്ടത്, എത്തിക്കൂന്നാ പറഞ്ഞത്. അദ്ദേഹം അത്തരത്തിൽ ചെയ്യാതെ ഞങ്ങളോട് ചോദിക്കാതെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് സ്ഥലം എവിടെയാണ് സ്മിത? ഞങ്ങൾ കണ്ണൂരാണ്. അല്ല, മൈസൂർ റോഡാണ്. ഞങ്ങൾ 9 അവിടുന്ന് നിങ്ങൾക്ക് പകരം എന്തെങ്കിലും അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലമാണോ അത് കണ്ടിട്ട് തോന്നുന്നത്? കാരണം ഹൈവേ സൈഡിലാണ് വണ്ടി ഉള്ളത്. നമുക്കൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് 14 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. പിന്നെ ബസ് അറേഞ്ച്മെന്റ്സിനും പറ്റുന്ന തോന്നുന്ന ഒരു സ്ഥലമല്ല ഇത്. ഈ മോശമായി സംസാരിച്ചു ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറും അല്ലാതെ ആരാണ് ഈ മോശമായി സംസാരിച്ചത്? ആരാണ് നിങ്ങളോട്? പിന്നെ ബസിന്റെ കണ്ടക്ടറും മറ്റു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത് അതേ നമ്പറിലേക്ക് വിളിച്ചത്. ഓഫീസ് നമ്പറിലേക്കാണ് കണക്ട് ചെയ്തത്. അപ്പൊ അവിടുന്ന് നമുക്ക് ആദ്യം നമ്മളടുത്ത് പറഞ്ഞത് പിന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ സൗകര്യപ്പെടൂല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇത്രയും പേരുണ്ട്, ഇത്രയും പേർക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്ത് തിരിച്ചു. ഒരുപാട് അതിനകത്ത് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാർക്ക് 5 മണിക്ക് എത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർക്കുണ്ട് അവിടെ എത്തേണ്ടതുണ്ട്, നേരത്തെ എത്തേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു അറേഞ്ച്മെന്റിലാണ് ഞങ്ങളടക്കം ഈ മോർണിംഗ് ഷിഫ്റ്റ് ചെയ്തത് തന്നെ. ഞങ്ങൾക്ക് വൈകുന്നേരം 5 മണിക്ക് എത്താം എന്നുള്ള രീതിയിലാണ്. അപ്പൊ അദ്ദേഹം നമ്മൾക്ക് പിന്നെ റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ റീഫണ്ട് ചെയ്യേണ്ട, ഞങ്ങൾക്ക് പകരം സംവിധാനമാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോ ഒരു തരത്തിലും പിന്നെ സർവീസ് സെന്ററിൽ നിന്ന് ആള് വരും എന്ന് പറഞ്ഞു. അത് എത്ര മണിക്ക് വരും എന്താവുന്നൊന്നും അറിയില്ല. ഇവിടുന്ന് 1 മണിക്കൂറിലധികം ടൈം എടുക്കും സർവീസ് സെന്ററിൽ നിന്ന് ആള് വരാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ തന്നെ ചിലപ്പം വണ്ടി വഴിയിൽ നിന്നത് എപ്പോഴാണ്? എത്ര സമയമായി കാണും സ്മിത? 9:40 ആകുമ്പോഴാണ് വണ്ടി നിന്നത്. 9:40. സമയം 10 മണിക്കൂർ തന്നെയാണ് വണ്ടി നിന്നത്. അല്ല, 1 മണിക്കൂർ ദൂരമാണെങ്കിൽ പോലും സർവീസ് സെന്ററിൽ നിന്ന് ആള് വരേണ്ട സമയം കഴിഞ്ഞു. 3 മണിക്കൂറിലധികം ഞങ്ങൾ വെയിറ്റ് ചെയ്യലായി ഇവിടെ. അവർ ആദ്യം നമുക്ക് കൺഫർമേഷൻ ഒന്നും തന്നില്ല. പിന്നീടാണ് പിന്നെ ഞങ്ങളടുത്ത് പറഞ്ഞ ഇങ്ങനെ വണ്ടി ബ്രേക്ക് ഡൗൺ ആണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങള് ഓഫീസ് നമ്പറിലേക്ക് വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞു മറ്റൊരു സംവിധാനം ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. അപ്പം നമുക്ക് എല്ലാവർക്കും പൈസ റീഫണ്ട് ഒരു പരിവഴിയിൽ നമ്മൾ നിർത്തിയിട്ട് പൈസ തിരിച്ചു തന്നു കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവോ? നമ്മൾക്ക് എത്തേണ്ട സ്ഥലത്ത് ഡെസ്റ്റിനേഷൻ കൃത്യമായിട്ട് എത്തിക്കലാണല്ലോ അവർ ഉത്തരവാദിത്തം. അതൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അതിലൊന്നും മറുപടി പറയാതെ അദ്ദേഹം പിന്നെ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹം ചെയ്തത് നമുക്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് മറ്റേ മെസ്സേജ് കാണിക്കുകയോ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ബസ്സിൽ തന്നെയാണ് ഉള്ളത്. ഇതിനൊരു പകരം സംവിധാനം ആവാറിന് നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. ഇനിയിപ്പോ രാത്രി കഴിഞ്ഞിട്ടേ എത്തുള്ളൂ. തനിച്ചുള്ള സ്ത്രീകളുണ്ട് അതിനകത്ത്. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് തിരിച്ച് നാട്ടിലേക്ക്? നമ്മള് ബസിന്റെ ഉടമകളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരും പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. മോശമായി സംസാരിച്ച കാര്യം എനിക്കറിയില്ല, അതിനെ ന്യായീകരിക്കുകയില്ല. അവരും പരിശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ബദൽ അറേഞ്ച്മെന്റിന് വേണ്ടി. പക്ഷെ വെള്ളിയാഴ്ച ആയതിനു കൊണ്ടൊക്കെ ഒരു പകരം അറേഞ്ച്മെന്റ് ബസ് സർവീസ് ഏർപ്പാടാക്കുക പ്രയാസമാണ്. പക്ഷെ എത്രയും പെട്ടെന്ന് ആ സംവിധാനം, ഒരു പകരം ബദൽ സംവിധാനത്തിൽ എത്താൻ, അല്ലെങ്കിൽ ബസ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം റെയിൽവേ സ്റ്റേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയോ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യും, നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.